നിലത്തിലെ വിത്തിലും വൃക്ഷത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും കർത്താവിനുള്ളതാകുന്നു. അത് കർത്താവിന് വിശുദ്ധമെന്ന് ഓർത്തുകൊള്ളുക. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30-ാം തിരുവചനം. ഇന്നലെ ദശാംശം കൊണ്ടുവരേണ്ടതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിൻ്റെ തുടർച്ച. ദൈവമാണ് മഴ പെയ്യിക്കുന്നത്, ദൈവമാണ് മഞ്ഞു പൊഴിക്കുന്നത്, ദൈവമാണ് വെയിലുദിപ്പിക്കുന്നത്, ദൈവമാണ് വിത്ത് മുളപ്പിക്കുന്നത്. അതിന് വൃക്ഷമാക്കുന്നതും അതിൽ ഫലമുണ്ടാക്കുന്നതും ദൈവമാണ്. ദൈവം അനുകൂലമല്ലെങ്കിൽ എല്ലാ അധ്വാനങ്ങളും പരാജയപ്പെടും. ഒരാൾ ഉദ്യോഗസ്ഥനാകുന്നത്, വിദ്യാസമ്പന്നനാകുന്നത്, അതിൽ നിന്ന് ഫലമുണ്ടാകുന്നത്, അതിനാൽ അയാൾ സമ്പാദിക്കുന്നത് ദൈവപദ്ധതി പ്രകാരമാകുന്നു. ആകയാൽ